Hi guys, welcome to Study Point. ഇത് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുക. അതായത് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ്, പാരലൽ ലൈൻ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അത് രണ്ടാമത്തെ മെത്തേഡ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ്. ഓക്കെ, സോ ഈ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് പാരലൽ ലൈൻ മെത്തേഡിനേക്കാൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാം. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എലിവേഷൻ ലെങ്ത്തും പ്ലാൻ ലെങ്ത്തും, അതായത് ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും നിങ്ങൾക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ആദ്യമേ തന്നെ ക്വസ്റ്റ്യനിൽ ഡാറ്റാസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ അതായത് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലുള്ള ഡാറ്റാസ് വെച്ച് ഞാൻ എ ഡാഷും എയും വരച്ചു, അതുപോലെ തന്നെ ബി ഡാഷും ബിയും വരച്ച് ജോയിൻ ചെയ്തു. ഓക്കെ, അതായത് നമ്മുടെ ഇ എല്ലും കിട്ടി, പി എല്ലും മാർക്ക് ചെയ്തു, ഇ എല്ലും പി എല്ലും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള കേസസിൽ അതായത് നമ്മൾ നേരെ റിവേഴ്സ് പ്രോസസ് ചെയ്യുക. നമുക്ക് ഇ എല്ലും പി എല്ലും കിട്ടിയിട്ടുണ്ട്, അതിൽ വെച്ചിട്ട് നമ്മൾ ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ഇ എല്ലും പി എല്ലും നമുക്ക് കിട്ടി, അതായത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമ്മൾ നിങ്ങളുടെ ഫിഗറിൽ വരച്ചു കഴിഞ്ഞു. അതിനുശേഷം ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മെജോറിറ്റി പ്രോബ്ലംസ് എന്തായിരിക്കും? പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, സോ ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് സാധാരണ കാണുന്ന ക്വസ്റ്റ്യനിലെ ഡാറ്റാസിൽ ഒരു ഡാറ്റ നിങ്ങൾക്ക് എക്സ്ട്രാ തരും, അതായത് എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് എന്ന് പല ക്വസ്റ്റ്യനിലും കാണാം. എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ഡാഷും ബി ഡാഷും തമ്മിൽ ജോയിൻ ചെയ്യുന്ന രണ്ട് പ്രൊജക്ഷൻ ലൈൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഏത് ഫിഗർ വരച്ചാലും എ ഡാഷ് ജോയിൻ ചെയ്യുന്ന ഒരു പ്രൊജക്ഷൻ ലൈനും ബി ഡാഷ് ജോയിൻ ചെയ്യുന്ന ഒരു പ്രൊജക്ഷൻ ലൈനും ഉണ്ടായിരിക്കും. ഈ ഡിസ്റ്റൻസിനെയാണ് ത്രൂ XY ലൈൻ മെഷർ ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് എന്ന് പറയാം. അതായത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എ ഡാഷ് ഐഡന്റിഫൈ ചെയ്യാനും ബി ഡാഷ് ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുക. ഓക്കെ, സോ എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എ ഡാഷും ബി ഡാഷും തമ്മിലുള്ള പ്രൊജക്ഷൻ ലൈൻസിന്റെ ഡിസ്റ്റൻസിനെയാണ് ത്രൂ XY ലൈൻ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ ആയിരിക്കും എന്ത് പറയാ? എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, സോ ഇനി നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ലൈൻ എ ബി, എൻഡ് എ is 10 mm above HP. End A is 10 mm above HP and 15 mm in front of VP. Okay, while end B is 50 mm above HP and 45 mm in front of VP. The end projected distance is is 50 mm. Draw the projection and find the true length and true inclination. Question le പറഞ്ഞു. അപ്പോൾ നോക്കുക, തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ലൈനിന്റെ നെയിം അവർ പറഞ്ഞിട്ടുണ്ട് AB. End A is 10 mm above HP and 15 mm in front of VP. End B is 50 mm above HP and 45 mm in front of VP. The end projected distance is 50 mm. So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ട് പോയിന്റിലേക്കുള്ള HPVP ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, then end projected distance തന്നിട്ടുണ്ട്. സോ end projected distance തന്നിട്ടുണ്ട് കഴിഞ്ഞാൽ മെജോറിറ്റി എന്തായിരിക്കും? പ്ലെയിൻ റൊട്ടേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യേണ്ടി വരിക. സോ നമ്മൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ XY ലൈൻ വരച്ചു. ആദ്യത്തെ പോയിന്റ് 10 mm above HP, 10 mm above HP A dash, then 15 mm in front of VP, 15 mm in front of VP below XY line, 15 mm in front of VP A. ആദ്യത്തെ പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇതിനകത്ത് B യുടെ ഡിസ്റ്റൻസ് എനിക്ക് തന്നിട്ടുണ്ട് 50 mm above HP and 45 mm in front of VP. സോ നമ്മൾ സാധാരണ പാരലൽ ലൈൻ മെത്തേഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്തായിരിക്കും? 50 mm നമ്മൾ ഇവിടെ ലോക്കസ് ലൈൻ വരയ്ക്കും above HP, then in front of VP ഇവിടെ ലോക്കസ് ലൈൻ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്താ ചെയ്യുക? നമ്മൾ ട്രൂ ലെങ്ത് ആണ് കട്ട് ചെയ്യാറ്. ബട്ട് നോക്കുക, ഇവിടെ ഒരു ഡാറ്റ നമുക്ക് അഡീഷണൽ തന്നിട്ടുണ്ട്. എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് 50 ആണെന്ന് അവർ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ലോക്കസ് ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ലോക്കസ് ലൈൻ നമുക്ക് ഡയറക്റ്റ് പോയിന്റ് കിട്ടാത്തപ്പോൾ മാത്രം നമ്മൾ വരച്ചാൽ മതി. ഈ കേസിൽ നമുക്ക് എന്താ അറിയാം? ഡയറക്റ്റ് പോയിന്റ് എത്ര ഡിസ്റ്റൻസിലാണ് വരിക എന്ന് നിങ്ങൾക്ക് അറിയാം. സോ നമ്മൾ എന്ത് ചെയ്തു? End projected distance
50 mm ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ത്രൂ XY ലൈൻ 50 mm മാർക്ക് ചെയ്തു. ദെൻ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈനിലായിരിക്കും എന്റെ എന്ത് പോയിന്റ് വരിക, ബിയും ബി ഡാഷും വരിക. കാരണം എ ഡാഷും ബി ഡാഷും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. സോ ഇത് നോക്കുക, ഈ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡ് ബി 50 mm എബവ് HP ആണെന്ന് എനിക്കറിയാം. സോ ഞാൻ ഇവിടെ നിന്ന് 50 mm മാർക്ക് ചെയ്തു. 50 mm ബി ഡാഷ്. ഓക്കെ, എനിക്ക് ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. സോ ഈ ഒരു പോയിന്റിന് XY ലൈനിൽ നിന്ന് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ബിലോ XY ലൈൻ. 45 mm ബി. ഓക്കെ, ഈ രണ്ട് ലൈൻസ് ഞാൻ ജോയിൻ ചെയ്തു, എ ഡാഷ് ബി ഡാഷ് ആൻഡ് എ ബി. സോ ഇതാണ് നമ്മുടെ EL ആൻഡ് PL. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ രണ്ട് ലൈൻസും തിക്ക് ആയിരിക്കും. ലൈനിന്റെ കേസിൽ ലൈൻ മാത്രം തിക്ക് ആയിട്ട് വരയ്ക്കും, ബാക്കി എല്ലാ ലൈൻസും എന്തായിരിക്കും, തിന്നായിരിക്കും. ഓക്കെ, ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ നോക്കുക, നമുക്ക് എലിവേഷൻ ലെങ്ത്തും പ്ലാൻ ലെങ്ത്തും കംപ്ലീറ്റ് ചെയ്തു. സോ എനിക്ക് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. സോ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യാന്ന് പറയാം. പ്രൊസീജിയർ വളരെ സിമ്പിൾ ആണ്. HP ഡിസ്റ്റൻസ് എടുത്ത് VP ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക, VP ന് ഡിസ്റ്റൻസ് എടുത്ത് HP ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതായത് ഇവിടെ നോക്കുക, ഇത് നമുക്കറിയാം HP ഡിസ്റ്റൻസ് ആണ്, ഇതും HP ഡിസ്റ്റൻസ് ആണ്. ഈ രണ്ട് ഡിസ്റ്റൻസും VP ന് കൊണ്ട് പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതുപോലെ VP രണ്ട് ഡിസ്റ്റൻസും HP കൊണ്ട് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ക്ലിയർ ആണ്? ഞാൻ ചോദ്യം പറയാം. ആദ്യം നോക്കാം, ഓരോ വ്യൂ സൈഡ് നമ്മൾ സെലക്ട് ചെയ്യാം. ആദ്യം ഞാൻ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോകുന്നത് എ ഡാഷിനും ബി ഡാഷിനുമാണ്. അതായത് ഫ്രണ്ട് വ്യൂയിൽ നിന്നാണ് ഞാൻ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് XY ലൈൻ തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, XY ലൈൻ മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എ ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതായത് 15 mm 90 ഡിഗ്രിയിൽ 15 mm ലെങ്ത് ഞാൻ വരച്ചു. ഈ പോയിന്റ് ആയിരിക്കും ക്യാപിറ്റൽ A1. ഫസ്റ്റ് കേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിന് A1 എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. പ്ലെയിൻ റൊട്ടേഷനിൽ ഇത് ഒറിജിനൽ ലൈൻ തന്നെയായിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് അതിനെ ക്യാപിറ്റൽ AB എന്ന് ഡിനോട്ട് ചെയ്യാം. സോ എ ഡാഷിന് പെർപെൻഡിക്കുലർ വരച്ചതിന് ഞാൻ A1 എന്ന് നെയിം ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കുക, ബി ഡാഷിന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. XY ലൈൻ തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. XY ലൈൻ തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് 45 mm. ബി ഡാഷിൽ നിന്ന് A ഡാഷ് ബി ഡാഷിന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഓക്കെ, ഇതായിരിക്കും B1. ഈ ലൈൻ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്ത്, ട്രൂ ലെങ്ത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് A തൊട്ട് XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, A ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു, A1 നെയിം ചെയ്തു. ബി തൊട്ട് XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, ബി ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു. A ഡാഷ് ബി ഡാഷിനാണ് പെർപെൻഡിക്കുലർ വരയ്ക്കണേ. സോ പെർപെൻഡിക്കുലർ വരച്ച B1 കിട്ടി. ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്തായിരിക്കും, ട്രൂ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഇനി ഇതേ പ്രോസസ് തന്നെ നേരെ അടിയിൽ ചെയ്യണം. സോ ഇപ്പൊ നോക്കുക, ഇപ്പൊ നമ്മൾ എ ഡാഷ് ബി ഡാഷിനാണ് പെർപെൻഡിക്കുലർ വരച്ചത്. ഇനി എ ബിക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. സോ ഓപ്പോസിറ്റ് ഡിസ്റ്റൻസുകൾ എടുക്കുക. എ ഡാഷ് തൊട്ട് XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എ ഡാഷ് മുതൽ XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എയില് എ ബിക്ക് പെർപെൻഡിക്കുലർ വരിക. ഓക്കെ, ഇതിന് ഞാൻ A2 എന്ന് നെയിം ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ബി ഡാഷ് ടു XY ലൈൻ ഡിസ്റ്റൻസ് എടുക്കുക, ബി എന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ബി ഡാഷ് ടു XY ലൈൻ ഡിസ്റ്റൻസ് എടുക്കുക, ബി എന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. B2 ജോയിൻ ചെയ്യുക, ട്രൂ ലെങ്ത്. ഈ രണ്ട് ലെങ്ത്തും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യം നമ്മൾ എ ഡാഷ് ബി ഡാഷിൽ നിന്നാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. സോ എ ഡാഷ് ബി ഡാഷിൽ നിന്നാണ് നിങ്ങൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നതെങ്കിൽ എ ബിയുടെ ഡിസ്റ്റൻസുകളാണ് ചൂസ് ചെയ്യേണ്ടത്. സോ XY ലൈൻ തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, എ ഡാഷിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. XY ലൈൻ തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, ബി ഡാഷിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ട്രൂ ലെങ്ത് ആയിരിക്കും. അതുപോലെ എ ബി എന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണമെങ്കിൽ എ ഡാഷ് ബി ഡാഷിന്റെ ഡിസ്റ്റൻസുകളാണ് എടുക്കേണ്ടത്. XY ലൈൻ തൊട്ട് എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, എ എന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. XY ലൈൻ തൊട്ട് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, ബി എന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. A2 B2 മാർക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, ട്രൂ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് ട്രൂ ലെങ്ത്തുകൾ കിട്ടി. ഇനി എന്ത് വേണം, നമുക്ക് ട്രൂ ഇൻക്ലിനേഷൻ വേണം, തീറ്റയും ഫൈയും വേണം. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, എ ഡാഷും ബി ഡാഷും A1ഉം B1ഉം അതായത് ട്രൂ ലെങ്ത്തും എലിവേഷൻ ലെങ്ത്തും മേക്ക് ചെയ്യണ ആംഗിൾ ആണ് ഫൈ. ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP. എ ഡാഷ് ബി ഡാഷും A1 B1 അതായത് എലിവേഷൻ ലെങ്ത്തും ട്രൂ ലെങ്ത്തും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും ഫൈ.
അതുപോലെ തന്നെ ഇവിടെ എയും ബിയും A2 B2 ഈ രണ്ട് ലൈൻസും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും തീറ്റ. ഓക്കെ, ഇൻക്ലൈൻ ടു HP ആംഗിൾ. രണ്ടും മാറിപ്പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പാരലൽ ലൈൻ മെത്തേഡിൽ A' B' XY ലൈൻ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നമ്മൾ TT ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഈ കേസിൽ നോക്കുക, A' B' ഈ ഒരു പ്ലെയിൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ ELഉം TLഉം മേക്ക് ചെയ്യുന്ന പ്ലെയിൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഫൈ. ഈ ഒരു ലൈനും അതായത് ടോപ്പ് വ്യൂവും പ്ലാൻ ലെങ്ത്തും ട്രൂ ലെങ്ത്തും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് രണ്ടും മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് എഴുതി വെക്കണം. ട്രൂ ലെങ്ത് എത്രയാണ് മെഷർ ചെയ്യുക, എഴുതി വെക്കുക ആൻസർ. അതുപോലെ TTയും ഫൈയും മെഷർ ചെയ്യുക. സോ TTയും ഫൈയും മെഷർ ചെയ്യാനായിട്ട് നമുക്കറിയാം എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്യണ പോയിന്റ്, അതായത് കൺവേർട്ട് ചെയ്യണ പോയിന്റിൽ നിന്നാണ് നമുക്ക് മെഷർ ചെയ്യുന്നത്. സോ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഒരു എളുപ്പവഴിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിന്റെ ഇൻക്ലിനേഷൻ നമുക്ക് അറിയാം. ഇതേ ലെങ്ത്തിന്റെ ഇൻക്ലിനേഷനിൽ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, അതായത് ഈ ലൈനിന് പാരലൽ ആയിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ലൈൻ വരച്ചിട്ട് ഈ ആംഗിൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഫൈ തന്നെയായിരിക്കും. ഓക്കെ, ഇതിന് പാരലൽ ആയിട്ട് ഈ പോയിന്റിൽ നിന്ന് ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ഈ പോയിന്റിൽ ഈ ലൈനിന് പാരലൽ ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക, മെഷർ ചെയ്യുക. സോ എന്തായിരിക്കും, TT ആയിരിക്കും. ഓക്കെ, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, A1 നിന്ന് ഈ ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക, ഈ ആംഗിൾ മെഷർ ചെയ്യുക, ഫൈ തന്നെയായിരിക്കും. അതുപോലെ തന്നെ A2 നിന്ന് ഈ ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക, ഈ ആംഗിൾ എന്തായിരിക്കും, TT ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കുക, ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും മെജോറിറ്റി പ്രോബ്ലംസും വരിക. സോ എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അല്ലാന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഡാറ്റാസ് തന്നിട്ടുണ്ടായിരിക്കും, മീൻസ് B' B കണ്ടുപിടിക്കാനായിട്ട്. മെജോറിറ്റി എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് ആയിരിക്കും. എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് തന്നിട്ടുള്ള മിക്ക പ്രോബ്ലംസും എന്തായിരിക്കും, പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് ആയിരിക്കും. സോ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൽ HP യുടെ ഡിസ്റ്റൻസ് VP-യിലും VP യുടെ ഡിസ്റ്റൻസ് HP-യിലും പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇനി പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മൾ A' നിന്ന് ഇവിടേക്കാണ് പെർപെൻഡിക്കുലർ വരച്ചത്. ഈ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ വരച്ചാലും തെറ്റൊന്നുമില്ല, കറക്റ്റ് ആയിരിക്കും. ബട്ട് ഈ ഡയറക്ഷനിൽ വരച്ചിട്ട് പിന്നെ ഇവിടെ ഓപ്പോസിറ്റ് ഒരിക്കലും വരയ്ക്കാൻ പാടില്ല. ഓക്കെ, ഏത് ഡയറക്ഷനിലാണ് നിങ്ങൾ പെർപെൻഡിക്കുലർ വരച്ചത്, അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് XY ലൈനിന്റെ മുകളിലേക്ക് തന്നെയാണ് രണ്ട് ഡിസ്റ്റൻസുകൾ എടുത്തിരിക്കുന്നത്. XY ലൈൻ ടു A' മുകളിലേക്ക് തന്നെയാണ് വരിക, XY ലൈൻ ടു B' മുകളിലോട്ട് തന്നെയാണ് വരിക. സോ ഈ രണ്ട് ഡിസ്റ്റൻസും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, XY ലൈൻ ടു A ഒരേ ഡയറക്ഷനിൽ വരച്ചു, XY ലൈൻ ടു B അടിയിലേക്ക് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. സോ അടിയിലേക്ക് തന്നെ വരച്ചു. ഓക്കെ, ഏത് ഡിസ്റ്റൻസ് ആണോ നമ്മൾ എടുക്കണേ അതേ ഡിസ്റ്റൻസുകൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സെയിം ഡയറക്ഷനിൽ തന്നെ പെർപെൻഡിക്കുലറുകൾ വരയ്ക്കണം. അടിയിലേക്കോ മുകളിലേക്കോ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ബട്ട് വരയ്ക്കുന്ന ഡിസ്റ്റൻസുകൾ സെയിം ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ XY ലൈൻ ടു A ഡിസ്റ്റൻസ് എടുത്തു, ഒരു ഡയറക്ഷൻ വരച്ചു. XY ലൈൻ ടു B മെഷർ ചെയ്യുന്നത് അതേ ഡയറക്ഷൻ ആണെങ്കിൽ സെയിം ഡയറക്ഷനിൽ തന്നെ പെർപെൻഡിക്കുലർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ നോക്കാം. line PQ, end P is on HP, and 20 mm in front of VP, and end Q is in VP, and 40 mm above HP. 40 mm above HP. Okay. End projected distance is as 50 mm. Okay, that's the problem. End P on HP and 20 mm in front of VP. End Q is in VP and 40 mm above HP. End projected distance is 50 mm. So, we will start here. First, we will reference axis വരച്ചു. Then end P is on HP. On HP എന്ന് വെച്ച് കഴിഞ്ഞാൽ XY ലൈനിൽ തന്നെയായിരിക്കും. So on HP ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ അതിന് A' നെയിം ചെയ്തു. And 20 mm in front of VP. In front of VP is below XY line. 20 mm in front of VP A. Okay, ഇനി അടുത്ത പോയിന്റിന്റെ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. സോ അത് വരയ്ക്കുന്നേക്കാളും നമുക്ക് എന്ത് ചെയ്യാം, എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് എടുക്കാം. എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് 50 mm. സോ ഞാൻ എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് എടുത്തു.
and projected distance is 50 mm. Then next is end Q is in VP. VP ലാണ്. So XY line linear ആയിരിക്കും. VP distance is 0. So end Q. Sorry, names end P dash and P. Then end Q, VP on VP and Q mark ചെയ്തു. Then 40 mm above HP. 40 mm above HP, above XY line 40. HP distance ആയതുകൊണ്ട് Q dash. Okay. So naming വളരെ important ആണ്. Naming correct ആയിട്ട് ചെയ്യുക. On HP നമ്മൾ P dash മാർക്ക് ചെയ്തു. In front of VP P മാർക്ക് ചെയ്തു. In VP Q മാർക്ക് ചെയ്തു. Then above HP Q dash മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക? P dash Q dash ജോയിൻ ചെയ്യുക. And PQ ജോയിൻ ചെയ്തു. Okay. So നമുക്ക് EL കിട്ടി and PL കിട്ടി. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എനിക്ക് പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യാം. എല്ലാ ഡിസ്റ്റൻസുകളും കിട്ടിയിട്ടുണ്ട്. പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യണം. സോ പ്ലെയിൻ റൊട്ടേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ P dash to XY line ഡിസ്റ്റൻസ് എടുക്കുക. സോ P dash to XY line ഡിസ്റ്റൻസ് എത്രയാണ്? 0 ആണ്. സോ ഈ പോയിന്റിലായിരിക്കും എന്ത് വരിക? ക്യാപിറ്റൽ P1. Okay, P dash to XY line distance is 0. So perpendicular വരയ്ക്കാൻ ഡിസ്റ്റൻസ് ഇല്ല. സോ ഇവിടെ എന്തായിരിക്കും? P എന്ന് പറയുന്ന പോയിന്റിൽ തന്നെയായിരിക്കും P1 എന്ന് പറയുന്ന പോയിന്റും വരിക. സോ P1 മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ ഫ്രണ്ട് വ്യൂവിന്റെ ഡിസ്റ്റൻസുകളാണ് എടുക്കണേ. P ഡാഷിന്റെ ഡിസ്റ്റൻസ് എടുത്തു. അപ്പൊ നേരെ അപ്പുറത്തേക്ക് പോയി എന്ത് ചെയ്യുക? Q ഡാഷിന്റെ ഡിസ്റ്റൻസ് എടുക്കുക. Q dash to XY line ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, Q dash to XY line ഡിസ്റ്റൻസ് എടുത്തു. Q എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു. Q എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു. Q1 മാർക്ക് ചെയ്തു. ജോയിൻ ചെയ്യാം. ഇതായിരിക്കും ട്രൂ ലെങ്ത്. ഓക്കെ, ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത്. പ്ലാൻ ലെങ്ത്തും ട്രൂ ലെങ്ത്തും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് θ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യണം. ടോപ്പ് വ്യൂവിന്റെ ഡിസ്റ്റൻസുകൾ എടുക്കണം. സോ XY ലൈൻ തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. XY ലൈൻ തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. P ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു. 20 mm P ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു. സോ പെർപെൻഡിക്കുലർ P ഡാഷ് Q ഡാഷിന് ഇതാണ് പെർപെൻഡിക്കുലർ. ദെൻ ആ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് ചെയ്തു? P2 എന്ന് നെയിം ചെയ്തു. ഓക്കെ, ഇനി Q ന്റെ ഡിസ്റ്റൻസ് എടുക്കണം. Q to XY ലൈൻ ഡിസ്റ്റൻസ് എടുത്തു. Q to XY ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? 0 ആണ്. സോ 0 ആയതുകൊണ്ട് പെർപെൻഡിക്കുലർ എവിടെയായിരിക്കും വരിക? ഇവിടെ തന്നെയായിരിക്കും വരിക. സോ Q2 മാർക്ക് ചെയ്തു. ജോയിൻ ചെയ്തു. ഓക്കെ, TL ഈ ആംഗിൾ എന്തായിരിക്കും? ട്രൂ ലെങ്ത്തും എലിവേഷൻ ലെങ്ത്തും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 5. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ രണ്ട് ഡിസ്റ്റൻസ് 0 ആയതുകൊണ്ടാണ് നമുക്ക് ട്രയാംഗിൾ കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഒരു ട്രപ്പീസ് ആയിരിക്കും വരിക. ഓക്കെ, സോ ആദ്യം നമ്മൾ P dash to XY ലൈൻ ഡിസ്റ്റൻസ് എടുത്തു. 0 ആണ്. P യിൽ പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ P എന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെയായിരിക്കും P1 വരിക. Q dash to XY ലൈൻ ഡിസ്റ്റൻസ് എടുത്തു. Q യിൽ പെർപെൻഡിക്കുലർ വരച്ചു. Q1 മാർക്ക് ചെയ്തു. ജോയിൻ ചെയ്തു. ട്രൂ ലെങ്ത്തും θയും കംപ്ലീറ്റ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്തു? P to XY ലൈൻ ഡിസ്റ്റൻസ് എടുത്തു. P dash ൽ പെർപെൻഡിക്കുലർ വരച്ചു. Q to XY ലൈൻ ഡിസ്റ്റൻസ് 0 ആണ്. സോ എന്തായിരിക്കും? Q dash തന്നെയായിരിക്കും പോയിന്റ് വരിക. ജോയിൻ ചെയ്തു. ട്രൂ ലെങ്ത്തും ഫൈയും ഐഡന്റിഫൈ ചെയ്തു. സോ ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നത്? ആൻസർ TL ഈക്വൽ ടു എത്രയാണ് കണ്ടുപിടിക്കുക? θ ഈക്വൽ ടു 5. ആ 5 ഈക്വൽ ടു എത്രയാണ് കണ്ടുപിടിച്ചത്? ഓക്കെ, സോ ട്രൂ ലെങ്ത് ഈ രണ്ട് ലൈൻസിന്റെ ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നിങ്ങൾ വരച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം രണ്ട് ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ നിങ്ങളോട് ട്രേസ് വരയ്ക്കാൻ പറഞ്ഞു. വെർട്ടിക്കൽ ട്രേസും ഹൊറിസോണ്ടൽ ട്രേസും വരയ്ക്കാൻ പറഞ്ഞു. സോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ട്രേസ് വരയ്ക്കാന്ന്. സോ നമുക്ക് വേറെ ഒറ്റ ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഫ്രണ്ട് വ്യൂ കൺസിഡർ നോക്കുക. P dash Q dash. ഓക്കെ, P dash Q ഡാഷിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് H dash. ഓക്കെ, ദെൻ അതുപോലെ PQ നെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. PQ ലെ എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് V. ഓക്കെ, ഇനി H ഡാഷിനും V നും എനിക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ആ പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് ലൈനിൽ വന്ന് മീറ്റ് ചെയ്യണം. സോ H ഡാഷിന് നോക്കുക, പെർപെൻഡിക്കുലർ വരച്ച് PQ ലാണ് മീറ്റ് ചെയ്യേണ്ടത്. സോ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് തന്നെയായിരിക്കും VT. സോറി, HT. ഹൊറിസോണ്ടൽ ട്രേസ് H ഡാഷിന് പെർപെൻഡിക്കുലർ വരച്ചാൽ HT. ഓക്കെ, ഇനി V എന്ന് പറയുന്ന പോയിന്റിന് പെർപെൻഡിക്കുലർ എനിക്ക് വരയ്ക്കണം. സോ V എന്ന് പറയുന്ന പോയിന്റിന് പെർപെൻഡിക്കുലർ വരച്ച് അത് എത്തേണ്ടത് എവിടെയാണ്? ഒന്നല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിലോ ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനിലോ. സോ ഇവിടുന്ന് ഞാൻ പെർപെൻഡിക്കുലർ വരച്ചു. ഫ്രണ്ട് വ്യൂവിൽ വന്ന് മീറ്റ് ചെയ്തു. സോ ഈ പോയിന്റ് ആയിരിക്കും VT.
ഓക്കെ, ഒരു പോയിന്റ് XY ലൈനിലായതുകൊണ്ടാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം അതേ പോയിന്റിൽ തന്നെയായിരിക്കും നമുക്ക് വിയും H' പോയിന്റ് കിട്ടുക. ആ രണ്ട് പോയിന്റിനും ഓപ്പോസിറ്റ് വ്യൂയിലേക്ക് പെർപെൻഡിക്കുലർ വരച്ച് നമുക്ക് ട്രേസ് ലൊക്കേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി നോക്കാം. AB and A is 10 mm above HP, 10 mm above HP and 15 mm in front of VP, in front of VP, and B is 35 mm below HP and 30 mm behind VP, and projected distance is 50 mm. Okay, name is AB, and A is 10 mm above HP and 15 mm in front of VP, and B is 35 mm below HP and 30 mm behind VP, and projected distance is 50 mm. Okay, so we will start here. XY line വരച്ചു. ആദ്യത്തെ പോയിന്റ് പ്ലോട്ട് ചെയ്യണം. A is 10 mm above HP, A is 10 mm above HP, 10 mm above XY line, above HP, A dash. And 15 mm in front of VP. So 15 mm in front of VP. A. ആദ്യത്തെ പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് വരയ്ക്കുന്നതിനേക്കാൾ മുന്നേ n പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് എടുക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുകൊണ്ട് n പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. n പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് is 50 mm. 50 mm n പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത പോയിന്റ് and B is 35 mm below HP. HP below ലാണ്. So 35 mm below HP means below XY line. 35 mm below HP, B dash. HP distance ആണ് B dash. And 30 mm behind VP. Behind VP മുകളിലേക്കാണ് വരിക. So 30 mm behind VP, B. ഓക്കെ, ഇനി ആദ്യത്തെ മിസ്റ്റേക്ക് പോലെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യും. ഒരിക്കലും അങ്ങനെ ജോയിൻ ചെയ്തത് നെയിമിംഗ് നോക്കുന്നത് ഇത് A ഡാഷ് ആണ്, ഇവിടെയാണ് B ഡാഷ്, ഇത് A ആണ്, ഇവിടെയാണ് B. അതായത് ഡിസ്റ്റൻസ് നോക്കുക. ആദ്യം A is 10 mm above HP ആണ് പറഞ്ഞത്, B is 35 mm below HP ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ 15 mm in front of VP ആയിരുന്നു, ഇവിടെ 30 mm behind VP ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എപ്പോഴും നെയിമിംഗ് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ പ്രോബ്ലംസും ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. ആദ്യം നമ്മൾ നെയിമിംഗ് ചെയ്യുക, നെയിമിംഗ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നോക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. സോ A ഡാഷും B ഡാഷും ജോയിൻ ചെയ്തു, എയും ബിയും ജോയിൻ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഒരു ക്രോസ് ആണ് നമുക്ക് പോകാനിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുക, ഇത് നമുക്ക് എയിലും ഇയിലും പി എല്ലും മാർക്ക് ചെയ്യാം. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ഇഎൽ എന്ന് മാർക്ക് ചെയ്തു, ടോപ്പ് വ്യൂവിൽ നമ്മൾ പി എൽ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, സോ നമുക്ക് എല്ലാ വ്യൂസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യാം. സോ പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം A ഡാഷിലാണ് ഞാൻ പെർപെൻഡിക്കുലർ, അതായത് ഫ്രണ്ട് വ്യൂവിലാണ് ഞാൻ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോണേ. സോ നമുക്ക് ആദ്യം XY ലൈൻ തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, അതായത് 15 mm. XY ലൈൻ തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. A ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു, ക്യാപിറ്റൽ A1. ഓക്കെ, XY ലൈൻ തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, A ന്ന് പെർപെൻഡിക്കുലർ വരച്ചു. ഇനി നെക്സ്റ്റ് നോക്കുക, അടുത്ത നമ്മൾ B ഡാഷിൽ നിന്ന് XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, ശ്രദ്ധിക്കുക, A ന്ന് XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, A ഡാഷിൽ പെർപെൻഡിക്കുലർ വരച്ചു. B ന്ന് XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, B ന്ന് XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, B ഡാഷിൽ പെർപെൻഡിക്കുലർ വരയ്ക്കാം. B ന്ന് XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക 30 mm, B ഡാഷിൽ പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇപ്പൊ നോക്കുക, ഇവിടെ ഞാൻ മെഷർ ചെയ്തത് A ന്ന് XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ബിലോ XY ലൈൻ ആണ് ഞാൻ മെഷർ ചെയ്തത്. സോ ഈ ഡിസ്റ്റൻസ് ഞാൻ ഈ ഡയറക്ഷനിലാണ് പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ B ന്ന് XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് നോക്കുക, എബവ് XY ലൈൻ ആണ്. അതായത് ഇവിടെ ക്വാഡ്രന്റ് ചേഞ്ച് ആയതുകൊണ്ട് ഡിസ്റ്റൻസ് നമ്മൾ മാറിയിട്ടാണ് വരച്ചിരിക്കുന്നത്. സോ ഈ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം വരയ്ക്കേണ്ടത്. അതായത് നോക്കുക, ഇവിടെ ഞാൻ ഈ ഡയറക്ഷനിലാണ് പെർപെൻഡിക്കുലർ വരച്ചതെങ്കിൽ B to XY ലൈൻ ഡിസ്റ്റൻസ് B ഡാഷിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പെർപെൻഡിക്കുലർ വരിക. ഓക്കെ, ഇതായിരിക്കും B1.
കറക്റ്റ് ആയിട്ട് ഐഡിയ മനസ്സിലാക്കുക. ഇവിടെ നോക്കുക, എ ടു എക്സ് വൈ ലൈൻ ഞാൻ ഡിസ്റ്റൻസ് എടുത്തത് ബിലോ എക്സ് വൈ ലൈൻ ആയിരുന്നു. സോ ഞാൻ ഇവിടെ പെർപെൻഡിക്കുലർ വരച്ചു. ആദ്യത്തെ പെർപെൻഡിക്കുലർ നിങ്ങൾ ഏത് ഡയറക്ഷൻ വേണമെങ്കിൽ വരച്ചു, കുഴപ്പമില്ല. ബി ടു എക്സ് വൈ ലൈൻ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ, അതായത് ഇവിടെ എ അടിയിലും ബി മുകളിലാണ്. സോ ഈ ഡിസ്റ്റൻസ് എടുക്കുന്നത് ഞാൻ എക്സ് വൈ ലൈനിന്റെ മുകളിലാണ്. ഇവിടെ ഞാൻ അടിയിലേക്ക് എടുത്തപ്പോൾ ഈ ഡയറക്ഷനിൽ വരച്ചു എങ്കിൽ ഇവിടെ മുകളിലേക്ക് എടുക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. ഓക്കെ, ദെൻ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതായിരിക്കും ട്രൂ ലെങ്ത്, ഈ ആംഗിൾ ആയിരിക്കും ഫൈ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യണം. സോ പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ എ ഡാഷ് ബി ഡാഷിലാണ് പെർപെൻഡിക്കുലർ വരച്ചത്. ഇനി നമുക്ക് ടോപ്പ് വ്യൂല് പെർപെൻഡിക്കുലർ വരയ്ക്കണം. സോ എ ഡാഷ് ടു എക്സ് വൈ ലൈൻ ഡിസ്റ്റൻസ് എടുത്തു. എ ഡാഷിൽ നിന്ന് എക്സ് വൈ ലൈൻ വരെ ഡിസ്റ്റൻസ് എടുത്തു. എയില് പെർപെൻഡിക്കുലർ വരച്ചു. എ എന്ന് പറഞ്ഞ പോയിന്റ് പെർപെൻഡിക്കുലർ വരച്ചു. 10 mm പെർപെൻഡിക്കുലർ വരച്ചു. A2 മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ബി ഡാഷ് ടു എക്സ് വൈ ലൈൻ ഡിസ്റ്റൻസ് എടുക്കണം. സോ ഇവിടെ നോക്കുക, എ ഡാഷ് ടു എക്സ് വൈ ലൈൻ ഡിസ്റ്റൻസ് എക്സ് വൈ ലൈൻ്റെ മുകളിലേക്കാണ് എടുത്തത്. ബി ഡാഷ് ടു എക്സ് വൈ ലൈൻ ഡിസ്റ്റൻസ് നമുക്കറിയാം എക്സ് വൈ ലൈൻ്റെ അടിയിലാണ് വരിക. സോ ഇവിടെ ഈ ഡയറക്ഷനിൽ നിങ്ങൾ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. സോ ബി ഡാഷ് ടു എക്സ് വൈ ലൈൻ ഡിസ്റ്റൻസ് എടുക്കുക. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് പെർപെൻഡിക്കുലർ വരയ്ക്കുക. B2 മാർക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഈ ലെങ്ത് എന്തായിരിക്കും, ട്രൂ ലെങ്ത് ആയിരിക്കും. ഈ ആംഗിൾ എന്തായിരിക്കും, ടോപ്പ് വ്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നോക്കുക, ശ്രദ്ധിച്ച് വരയ്ക്കുക. കാരണം വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഈ ഒരു കേസ് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. സെയിം ഡയറക്ഷനിലാണ് ലെങ്ത്തുകൾ എടുക്കുന്നതെങ്കിൽ സെയിം ഡയറക്ഷനിൽ വരയ്ക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ ആദ്യത്തെ പെർപെൻഡിക്കുലർ നിങ്ങൾ ഏത് ഡയറക്ഷനിൽ വരച്ചു. ഇപ്പൊ ഈ ഒരു പെർപെൻഡിക്കുലർ ഈ ഡയറക്ഷനിൽ വരച്ചതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഈ പെർപെൻഡിക്കുലർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ വരച്ചാൽ ഇവിടെ ഒരിക്കലും ഈ ഡയറക്ഷനിൽ വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഇത് നമ്മൾ മെഷർ ചെയ്തത് അടിയിലേക്കും ഇത് നമ്മൾ മെഷർ ചെയ്തത് എന്തായിരിക്കും, മുകളിലേക്കും ആയിരിക്കും. സോ ഓപ്പോസിറ്റ് വരയ്ക്കുക. പ്രീവിയസ് പ്രോബ്ലത്തിൽ എല്ലാ ഡിസ്റ്റൻസും നമ്മൾ എന്തായിരുന്നു, ഒരേ ഡയറക്ഷനിലായിരുന്നു. കാരണം ഒരേ ക്വാഡ്രന്റിലായിരുന്നു എല്ലാ പോയിന്റ്സും ഉണ്ടായിരുന്നത്. ഇവിടെ എബവ് എച്ച് പി പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെയും എബവ് എച്ച് പി തന്നെയായിരിക്കും. ഇവിടെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ ഇവിടെയും ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ ഒരേ ഡയറക്ഷനിലും. ഡിഫറെന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും നിങ്ങൾ അത് ഡിസ്റ്റൻസുകൾ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.